ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 118 അതിൻ്റെ 21 തിരുവചനം. നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ രക്ഷയായി തീർന്നിരിക്കുകയാൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. കർത്താവിൽ പ്രിയരെ, ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിലിരുന്ന് ധ്യാനിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് തൻ്റെ ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനന്തരഫലം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ തിരുവചനത്തിൽ ആദ്യമായി സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവം എനിക്ക് ഉത്തരമരുളി. എൻ്റെ മനസ്സിൽ അനേകം ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് അനവധി ചോദ്യങ്ങൾ ചോദിച്ചു. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്താണിങ്ങനെ? എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? ഈ വേദനകൾ, ഈ പ്രതിസന്ധികൾ, ഈ ഭാരങ്ങൾ, ഇത് എന്തുകൊണ്ട് എന്നുള്ള നിരവധി ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. ഇങ്ങനെ സങ്കീർത്തനക്കാരൻ പ്രതിസന്ധിയിലായപ്പോൾ ഓടി ദൈവാലയത്തിൽ ചെന്നു ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ആ പ്രാർത്ഥനയുടെ മധ്യേ അദ്ദേഹത്തിന് ലഭിച്ച ഉത്തരമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുടെയും മനസ്സിൽ എന്തുകൊണ്ടിങ്ങനെ എന്നുള്ള ഒരുപടി ചോദ്യചിഹ്നങ്ങൾ ഉയരുമ്പോൾ സങ്കീർത്തനക്കാരനെ പോലെ ദൈവാലയത്തിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തെ ധ്യാനിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യചിഹ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കും. തുടർന്ന് ഈ വചനത്തിൽ പറയുന്നത്, ദൈവം എൻ്റെ രക്ഷയായി തീർന്നു എന്നാണ്. എപ്പോഴാണ് സങ്കീർത്തനക്കാരന് ദൈവം രക്ഷയായി തീർന്നത്? ദൈവസന്നിധിയിൽ ഇരുന്ന്, അഥവാ ദൈവാലയത്തിലിരുന്നു, ദൈവ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, തിരുവചനം ധ്യാനിച്ചപ്പോൾ അദ്ദേഹത്തിന് ദൈവം രക്ഷയായി മാറുകയാണ്. നമുക്ക് രക്ഷ ലഭിക്കുവാൻ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രക്ഷ എന്നാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. ഈ ശിക്ഷ നരകമാണ്, ന്യായവിധിയാണ്. ഇതിൽ നാം അകപ്പെടാതിരിക്കുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന സുരക്ഷയെ തിരുവചനം രക്ഷ എന്ന് വിളിക്കുന്നു. ആ രക്ഷ നമുക്ക് ലഭിക്കുവാൻ ഈ സങ്കീർത്തനക്കാരൻ ചെയ്തതുപോലെ ദൈവസന്നിധിയിലിരുന്ന് ധ്യാനിക്കുവാൻ, അഥവാ ദൈവശബ്ദം ശ്രവിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിചിന്തനം ചെയ്യുവാൻ, കഴിഞ്ഞ നാളുകളിൽ ദൈവം പ്രവർത്തിച്ച വിധങ്ങൾ ഓർക്കുവാൻ, അയവിറക്കുവാൻ ഒക്കെ നമുക്ക് സാധിച്ചാൽ, അതോടൊപ്പം ഈ സങ്കീർത്തനക്കാരനെ പോലെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ രക്ഷയായിത്തീരും. ഒടുവിലായി സങ്കീർത്തനക്കാരൻ പറഞ്ഞു നിർത്തുന്നത്,
ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുമെന്നാണ്. ആരാധനയുടെ ഒരു ഭാഗമാണ് സ്തോത്രം. ദൈവത്തിന് ആരാധന ഒരു വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആരാധന. ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തിന് ആരാധന അർപ്പിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും ദൈവസന്നിധിയിൽ ആരാധിക്കുക, പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക. ആമേൻ.